ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വലിയ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഇന്ന് കണ്ണനും ഞാനും തന്നെയുള്ളൂ. ഇവിടെ അച്ചുവിന് മോഡൽ തുടങ്ങി, അച്ചു പോയി, ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പം അതൊക്കെ കൊണ്ട് വീഡിയോ എത്രമാത്രം വലിയ ഫുഡ് ഉണ്ടാക്കലോ ഒന്നും കാണുകയില്ല. അതുകൊണ്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ആയിരിക്കും ഇന്ന് ഉള്ളത്. ഉറപ്പ് പറയുന്നില്ല, എനിക്കറിയില്ല, ഇപ്പം എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കണ്ണൻ രാവിലെ കഴിക്കാതാണ് ട്യൂഷന് പോയത്. ഇപ്പം ട്യൂഷൻ മാത്രമേ ഇന്ന് പോയിട്ടുള്ളൂ. ട്യൂഷന് പോയിട്ട് ഇങ്ങനെ പോകുന്നു. രാവിലെ ചേട്ടൻ കഴിച്ചിട്ട് പോയി. അപ്പോൾ കണ്ണൻ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടുള്ള ഉണ്ടാക്കി വെക്കാതാണ് പോയത്. അപ്പോൾ ഞാൻ ഇനി കഴിക്കാനൊക്കെ കണ്ണൻ ഉണ്ടാക്കി കൊടുക്കുക. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ടി വിക്ക് മുന്നിലിരുന്നു ട്യൂഷൻ കഴിഞ്ഞോട്ട് വന്നപ്പം തന്നെ. അതുപോലെ അച്ഛന് വൈകുന്നേരം വരെ ഉണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൊണ്ടൊക്കെയാണ് പോയേക്കുന്നത്. ഈ ചട്ടകത്തിൽ എന്നാന്നൊന്ന് വിചാരിക്കണം കേട്ടോ. രാവിലെ ദോശ ചുട്ടപ്പോഴങ്ങണ്ട പറ്റിയതാണ്. ആ ചട്ടകം തന്നെ എഴുതേക്കാന്ന് വിചാരിച്ചു. എല്ലാം പിന്നെയും കഴിയണ്ടേ. അങ്ങനെ കണ്ണനുള്ള ദോശയും ചമ്മന്തിയൊക്കെ അരച്ചെല്ലാം സെറ്റാക്കി ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ദോശ കൊടുത്താൽ മതി, അവനൊരുന്ന് കഴിച്ചു കൊടുക്കും. ഇനി കണ്ണിനുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഞാൻ രാവിലെ എണീറ്റ് മടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിലിട്ട് മുന്നിലേക്ക് വരാമേ. ഇന്നലെ ചോദിച്ച കമൻറ്റിനൊക്കെ റിപ്ലൈ തരാം. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ചോദിച്ച കമൻ്റ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ റിപ്ലൈ തരാം. ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ കമൻറ്റിനൊക്കെ തരാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ അങ്ങ് ഭയങ്കര മടിയാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട്. അതാ. അപ്പോൾ ആദ്യത്തെ ദോശയൊക്കെ വെന്തെടുത്തു. ഇനി അടുത്ത ദോശയും കൂടെ ഒഴിക്കട്ടെ മാവേ. അടുത്ത ദോശയും കൂടെ ഒഴിച്ച് അവന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വരാവേ. അപ്പം ഞാൻ കുളി കഴിഞ്ഞൊക്കെ എത്തി. ഇനി വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം കുറേ പേര് കമൻറ്റ് ഇട്ടോ, ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഇനിയിപ്പം ഒന്നിച്ച് ഇതിലൂടെ പറയാം. അതിനകത്ത് സ്റ്റിക്കർ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ചോദിച്ചവർക്ക് കമൻറ്റിനുള്ള മറുപടിയൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇതിലൂടെ പറയാത്തവർക്ക് ഞാൻ അതിലൂടെ റിപ്ലൈയും തരുന്നതായിരിക്കും. അപ്പം കമൻറ്റ് പറയാമെന്ന് വെച്ചാൽ കാലൊക്കെ വയ്യാത്തുണ്ട്. ഞാൻ ഈ കിടക്കുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ കമൻറ്റ് റിപ്ലൈ ആയിരുന്നത്. അപ്പോൾ കുറേ നേരം കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴും കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാൻ കമൻറ്റ് കുറേ പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. ഞാൻ റിപ്ലൈ എടുത്തുണ്ട്. പക്ഷേ എന്നാലും ചോദിച്ചതിനൊക്കെ മറുപടി അതിനകത്ത് നമ്മൾ ഒത്തിരി എഴുതണമല്ലോ. ഇതാകുമ്പോൾ പറഞ്ഞാൽ അങ്ങ് പൊക്കോളൂല്ലോ എന്ന് ഓർത്ത്. ഇടയ്ക്ക് ചേച്ചി പറഞ്ഞ പോലെ യൂട്യൂബ് വോയിസ് ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ, അതിനകത്ത് യൂട്യൂബിനകത്ത് കമൻറ്റ് ഇടാനായിട്ട് വോയിസ് ഒന്ന് സെറ്റാക്കിയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. അതിനകത്ത് അങ്ങ് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്യണ്ടല്ലോ. അപ്പം ഞാൻ കണ്ണന് ഞാൻ തന്നെയുള്ളൂ കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, കമൻറ്റ് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ ആ കമൻറ്റിന് നമ്മുടെ മലയാളപ്പുഴയുള്ള ശ്രീലത മനോജ് പറഞ്ഞായിരുന്നു, ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ മൊത്തം പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ചോദിക്കാനായിട്ട് കസാര ഒന്ന് ശരിക്കും ഇരിക്കട്ടെ. കാല് ഞാൻ നീട്ടി വെച്ചേക്കും. അത് അപ്പം ചോദിക്കാനിരുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്. അപ്പം താങ്ക് യു. എന്നെപ്പറ്റി അറിയാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ബിജീസ് കിച്ചൻ, അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ വൈകുന്നേരം ഈ പിള്ളേർക്ക് ചോക്കോബാർ കൊടുത്തപ്പം അച്ചു കണ്ണന് കൊടുത്തില്ലേ. അപ്പം അത് കണ്ണൻ കടിച്ചു കുറച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മോനിങ്ങനെ. അത് എനിക്ക് ഒത്തിരി പേര് വീഡിയോ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇങ്ങനെ തന്നെയാണ് എൻ്റെ മക്കളും തന്നെ, നമ്മുടെ എല്ലാ മക്കളും ഇങ്ങനെ. പിന്നെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്, എല്ലാവരും അറിയുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കുരുത്തക്കിടക്കാണ് ഇപ്പോഴുള്ള പിള്ളേരുടെ കയ്യിലെല്ലാം. എന്നതിലൊക്കെ നമ്മൾ ഓർക്കും ഇതൊക്കെ ഇത്രയും വളർന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാലും ഉണ്ടല്ലോ, നമ്മുടെ കണ്ണ് തെറ്റിയ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളമൊക്കെയാണ്. അപ്പോൾ ബിജീസ് കിച്ചൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എൻ്റെ മക്കളുടെ സ്വഭാവം വേറെയുള്ളവർക്കും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. കാര്യം ഞാൻ മാത്രമല്ലല്ലോ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ രഞ്ജിനി ഞാനിവിടെ പേരൊക്കെ എഴുതി വെച്ചേട്ടോ, മറന്നു പോയിരിക്കണം. ദിവസം മോഹനും പിന്നെ മനോജും ഒക്കെ തെറ്റിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ പേരെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത്. തെറ്റിപ്പോവും പറയാം, പേര് ഓർക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെയുള്ള പേര് വരുമ്പോഴത്തേക്കേ തെറ്റിപ്പോവും. അപ്പോൾ നമ്മുടെ രഞ്ജിനി പറഞ്ഞായിരുന്നേ, ചേച്ചിയുടെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് എൻ്റെ ജീവിതം. എനിക്കൊന്ന് ഞങ്ങളുടെ രണ്ടുപേരും ലവ് മാരേജും ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്കും പപ്പായും അമ്മയില്ല,
അമ്മയില്ല, ജനിച്ചിരിക്കും ഇല്ല. അതൊക്കെ കൊണ്ടായിരിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടും ഇപ്പം നല്ല കട്ട ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭയങ്കര ഒത്തിരി അകലെയാണെന്നൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. പാലക്കാടൊന്നും തോന്നാറില്ല. ഇവിടെ അടുത്ത് എവിടെയോ ഉള്ള ആളെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒത്തിരി ദൂരെയാണെന്ന് ആരും തോന്നത്തില്ല കേട്ടോ. എല്ലാവരും നമുക്ക് അടുത്തൊക്കെ ഉള്ളവരായിട്ട് തോന്നാറുണ്ട്. പിന്നെ പിന്നെ ബീന മനോജ് ചോദിച്ചായിരുന്നു കേട്ടോ, തിരുവല്ലയിലുള്ളത്. എന്നാന്ന് വെച്ചാൽ ദീപാച്ചി ആരാ, അച്ചുവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ എന്ന്. അല്ല, ദീപാച്ചി ആരാന്ന് ചോദിച്ചത്, അച്ചുവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് രഞ്ജിനിയാണ്. ദീപാച്ചി ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. ഇവർ ചേട്ടനിയും മക്കളാണ്. അപ്പം എൻ്റെ നാത്തൂനാണ്. അവളുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാണ്. നാത്തൂനായിട്ടൊന്നും അല്ല കേട്ടോ, കൂട്ടുകാരെ പോലെ ആയിട്ട്. അവളുടെ അടുത്ത് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാം. ഞാൻ ഇന്നാളെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു, പോരെടുക്കാൻ അറിയാൻ പറ്റുന്ന നാത്തൂന്നും പറഞ്ഞിട്ടുണ്ട്. അവൾക്കെല്ലാം തമാശയാണ്. അതുകൊണ്ട് അവൾ അടുത്ത് 10 മിനിറ്റ് നിന്നിട്ടില്ല, നമ്മുടെ എന്നാ ടെൻഷൻ ഉണ്ടെങ്കിലും മാറി കിട്ടും. അതുപോലെ എന്നോട് വർത്താനമൊക്കെ ഒരു കൂട്ടുകാരെ പോലെയാണ്. അപ്പം അച്ചുവിനെ കുഞ്ഞിലേ മുതൽ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ള ദീപാച്ചി കേട്ടോ. ദീപാച്ചി പറയുന്നത് അച്ചു ചെയ്യുള്ളായിരുന്നു. ഇപ്പൊ ദീപാച്ചി പറയാം എനിക്ക് അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ അവള് പറയായിരുന്നു എനിക്ക് അമ്മ വേണ്ടാന്ന്. അത്രയ്ക്കായിരുന്നു. അവള് അപ്പച്ചീന്നൊക്കെ ഇപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത്. പണ്ട് ബിയാച്ചിന്ന് വിളിക്കുള്ളായിരുന്നു, അപ്പച്ചീന്ന് വിളിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അപ്പച്ചിയൊക്കെ ആയത്. ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പേര് വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞാണ് അപ്പച്ചി ആയത്. അപ്പം അച്ചു അതുകൊണ്ട് തന്നെ ദീപാച്ചിയുടെ എല്ലാ സ്വഭാവം അച്ചുവിനും ഉണ്ട്. അവൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തതും എടുത്തതും എല്ലാം അതേ രീതിക്ക് തന്നെയാണ് അവൾ കൂടുതലും. നേരം വെളുത്താൽ എണീക്കുക, അച്ചുവിൻ്റെ ദീപാച്ചിയുടെ അടുത്തോട്ട് പോവുക, പിന്നെ അവിടെയാണ് കുളിയും കാര്യങ്ങളൊക്കെ. പിന്നെ വൈകുന്നേരം ഞാൻ വിശക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചെല്ലുമ്പോഴാണ് മണിയമ്മയ്ക്കായിരുന്നു കേട്ടോ സമാധാനം ഇല്ലാതിരുന്നു ഈ അച്ചോടെ സമയത്ത്. ദീപാച്ചി പറയും കൊച്ചു ഓരോന്ന് ഓർഡർ കൊടുക്കും, ഉണ്ടാക്കിക്കോന്ന് പറയും. മണിയമ്മ പാവം എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നിൽക്കുന്ന നിപ്പില മണിയമ്മയെ കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. മണിയമ്മ ദീപാച്ചിയുടെ അമ്മയാണ്. ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ ഇവരെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ദീപാച്ചി ആയിരുന്നു വന്നത്. പിന്നെ എന്നായിരുന്നു, ഇത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഷേപ്പിൻ്റെ കാര്യം. പിന്നെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാച്ചു കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജയചേച്ചി, പിന്നെ ആരായിരുന്നു നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കകത്തെ അമ്മയൊക്കെ പറഞ്ഞായിരുന്നു പെൺകുട്ടികൾ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ്, ജോലിയെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ജയചേച്ചി പറഞ്ഞു മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ള പെങ്കൊച്ചാന്ന് പറഞ്ഞാലും ജീന നമ്മുടെ വീട്ടിൽ കുഞ്ഞിനെ നമ്മൾ നല്ല ഇതായിട്ട് വളർത്തണം. കാര്യം അവൾ മറ്റൊരു വീട്ടിൽ പോയി അവളുടെ ഇഷ്ടത്തിനല്ലല്ലോ പിന്നെ അവിടെ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ വേണം അവർക്ക്. അത് ശരിയാണ് കേട്ടോ, സത്യം ചേച്ചി പറഞ്ഞത്. കല്യാണം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെക്കുക. ഇവിടെ ഉള്ളിടത്തോളം കാലമുള്ളൂ. പിന്നെ സ്വന്തം ഇഷ്ടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും അച്ഛനൊരു ജോലിയൊക്കെ ആക്കിയതിന് ശേഷമേ ഞാൻ എന്നാലും അവളുടെ ജോലിക്ക് ഒരു സെറ്റായതിന് ശേഷം അവിടെ കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാര്യം ആദ്യം ഒരു ജോലിയാണ് ഒരു പെണ്ണിന് വേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ കേട്ടോ. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, കാര്യം നമുക്ക് ഇനിയുള്ള കാലത്തൊക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ അച്ചുവിന് ജോലി വെക്കുള്ളൂ. ചേച്ചി പറഞ്ഞ സത്യമാണ്. ജയവറൈറ്റിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ചേച്ചി പറഞ്ഞ സത്യമാണ്. ഞാൻ എപ്പോഴൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ചാളോട് കഴിയുമ്പോഴത്തേക്കും അവൾ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കും. പിന്നെ ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്. ഞാൻ എന്നാലും എനിക്ക് കാലം ഉണ്ടല്ലോ, ചേട്ടനോട് ഞാൻ പറയും പാവമുണ്ട്, എത്ര നേരം കൊണ്ടിടുന്ന ജോലിയായി, ഇനി കുറച്ച് നേരം ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇവരെല്ലാം പിന്നെ എന്നെ ജോലി ചെയ്യേണ്ടെന്ന് ഈ പറഞ്ഞ് നിർബന്ധം പിടിക്കുകയെന്ന് വെച്ചാൽ കാല് ശരിയായില്ലെങ്കിൽ പിന്നീട് എനിക്ക് ഇതുപോലെ എന്നും വേദന എടുത്തുകൊണ്ടിരിക്കും കാലിന്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം റെസ്റ്റ് എടുത്തേച്ച് ഇനി ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ദോശ കണ്ണന് ചോറ് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പിന്നെ മീൻ ഇരിപ്പുണ്ട്, അവന് വേണമെന്ന് പറയണേ അന്നേരം ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ പുള്ളി ടി വിക്ക് അഡിക്റ്റ് ആയിട്ട് അവിടെ കിടക്കുക. ഞാൻ കാണിക്കാം കേട്ടോ, ഇത് കഴിഞ്ഞ് കാണിക്കാം വീഡിയോ. അവിടെ കിടക്കുക, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് അവനെ ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പതിയെ റൂമിലോട്ട് പോകലേ നടക്കുള്ളൂ. പിന്നെ കണ്ണനെ ഇന്ന് വിടാതിരുന്നത് ഇവിടെ ചേട്ടനും ഇല്ല അച്ഛനും ഇല്ല ആരും ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കിടക്കുന്നിടത്തുനിന്നൊക്കെ ഒന്ന് എണീക്കും അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തൊക്കെ ഒന്ന് എണീക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ സഹായം വേണം, കാല് മടക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കണ്ണനെ ഇന്ന് സ്കൂളിൽ വിടാതിരുന്നത്. അച്ഛന് ഇന്ന് ഇന്ന് പോയേ പറ്റുള്ളായിരുന്നു. ഇന്ന് മോഡൽ തുടങ്ങുവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തു, മാർച്ചിൽ ഇപ്പോൾ എക്സാം തുടങ്ങുവാണ്. അന്നത്തേക്ക് ഒന്നാമത് ഭയങ്കര വെപ്രാളക്കാരിയാണ്, പഠിച്ചതെല്ലാം മറന്നു പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാമാണ്. അതുകൊണ്ട് അച്ഛന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എന്നെ കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ മുറിയിലോട്ട് പോയി ഇനി അവിടെ കുറച്ച് നേരം കിടക്കാൻ പോവാണ്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിച്ചേരം കിടക്കാനായിട്ട് തുടങ്ങുവാണ്. അതിന് മുമ്പ് വീഡിയോയും കൂടി എടുത്തേച്ചങ്ങ് ഇരിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇനി എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണാനുള്ള സമയമാണ്. ഇപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പുസ്തകം എടുത്ത് പഠിക്കും പിള്ളേരെ എന്ന് പറയുമ്പോഴത്തേക്ക് പുസ്തകം തുറന്ന് വെക്കുമ്പോൾ ഇരുന്ന് ഉറക്കം തൂങ്ങുകയില്ലേ, ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ. ഫോൺ ഓണാക്കി ഇച്ചിരി കഴിയുമ്പോണ്ടല്ലോ എനിക്കറിയത്തില്ല എവിടുന്നായി ഉറക്കം വരുന്നതെന്ന്, കണ്ണങ്ങ് അടഞ്ഞങ്ങ് പോകും. എന്നാൽ ചുമ്മാ എഴുതി നടക്കാമെങ്കിൽ ഓരോ ഉറക്കവും ഇല്ല.
അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ആ വീഡിയോ തന്നെ പിന്നെയും ആദ്യം മുതൽ കാണുക. എന്നാലല്ലേ നമുക്ക് കമൻറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ കണ്ണു തുറക്കുന്നത്. അന്നേരത്തേക്ക് ഞാൻ ഓർക്കും, അയ്യോ ഇതിന് കമൻറ്റ് ഇട്ടില്ല. പിന്നെയും ആ വീഡിയോ ആദ്യം മുതൽ കണ്ടേച്ച് അതിനകത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് കമൻറ്റ് ഇടാനായിട്ട്. അങ്ങനെ താമസം വരും. അതുകൊണ്ട് വീഡിയോ ഒക്കെ കാണാൻ അതിൽ ഒത്തിരി താമസം വരുന്നു. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ പുസ്തകം കാണുമ്പോൾ ഉറക്കം വരുന്ന മാതിരിയാണ് ഫോൺ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്നതാ പറയേണ്ടുള്ളത്? ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഞാനൊന്ന് പറഞ്ഞത് ആരും പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ജോമ ചോദിച്ചായിരുന്നു, എവിടെ നാട്, പാലയാണോ തൊടുപുഴയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. എൻ്റെ പപ്പായുടെ നാട് തൊടുപുഴയാണ്. പക്ഷെ ഞാൻ കൂടുതലും വളർന്നതൊക്കെ എൻ്റെ അമ്മയുടെ നാട്ടിൽ നിന്നാണ്, മുണ്ടക്കയം, കോട്ടയം. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കോട്ടയംകാരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കോട്ടയം ജില്ലയായതുകൊണ്ട് ആ കോട്ടയംകാരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവിടെയാണ് ഞാൻ കൂടുതലും വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുണ്ടക്കയാണ്. അപ്പം അവിടെ കുഞ്ഞിലെ വളർന്നുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് ഒരു ഇച്ചിരി ഇഷ്ടക്കൂടുതൽ എനിക്ക് എൻ്റെ അമ്മച്ചിയോടായിരുന്നു കേട്ടോ. പപ്പായുടെ ഉള്ളതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി ഇഷ്ടക്കൂടുതൽ എനിക്ക് എൻ്റെ അമ്മച്ചിയോടായിരുന്നു. അതുകൊണ്ടായിരിക്കാം, അമ്മയുടെ നാടായത് കൂടെ കൊണ്ടായിരിക്കാം എനിക്ക് ആ നാട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറയാൻ പറ്റില്ല. മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ പനക്കിസ്ര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പനക്കിസ്ര എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അടുത്ത ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അമ്മയുടെ വീട്ടിൽ നിന്ന്. എനിക്ക് അവിടത്തോടൊരു ഭയങ്കര പ്രത്യേക ഇഷ്ടമാണ്. അതെനിക്കൊന്ന് അമ്മ എനിക്കൊരു ഇഷ്ടം കൂടുതൽ കൊണ്ടായിരുന്നായിരിക്കാൻ തോന്നുന്നു. എല്ലാവരും പറയും പെമ്മക്കൊക്കെ അപ്പന്മാരോടെ കൂടുതൽ സ്നേഹമെന്ന് പറയും. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ പപ്പ ഭയങ്കര മൂശാട്ട സ്വഭാവമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അമ്മയോട് ഞങ്ങൾക്ക് എല്ലാം അടുപ്പമായിരുന്നു. അമ്മയോടായിരുന്നു കൂടുതൽ ഇഷ്ടം. എനിക്ക് അമ്മയോടായിരുന്നു. പപ്പയുടെ ഇഷ്ടമില്ലെന്നല്ല കേട്ടോ, അമ്മയോടാണ് എന്നാലും കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പം മറക്കണ്ട. അപ്പം ജോമയോട് അങ്ങനെ കേട്ടോ, ഞാൻ എൻ്റെ സ്ഥലം കൃത്യമായിട്ട് നമുക്ക് പറയാം. ചിലപ്പോൾ തൊഴിലുറ ഭാഷ വരാണ്ട്, ചിലപ്പം കോട്ടയം വരുന്നുണ്ട്, ചിലപ്പോൾ പത്തനംതിട്ട. ഇതെല്ലാം കൂടി ചേർന്നൊരു വർത്തമാനമാണ് ചിലപ്പോഴെനിക്ക് വരുന്നത്. പിന്നെ പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇനി ബാക്കി എന്നൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഈ ഒരാഴ്ച, ഇപ്പോൾ ശനിയാഴ്ച കൊണ്ടാകുമ്പോഴത്തേക്ക് 2 ആഴ്ചയാകും എൻ്റെ കാലയിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ ഇത് എന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്? ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്ന് വ്യാഴമല്ലേ കണ്ണ? ഇന്ന് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇന്ന് നാളെ വെള്ളിയാഴ്ച കാണത്തുള്ളൂ. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് 2 ആഴ്ചയാകും. 2 ആഴ്ചയാണ് കാല് നിലത്ത് കുത്തല്ലെന്ന് പറഞ്ഞത്. ഞാൻ അന്നോട്ട് കാല് കുത്തുന്നുണ്ട്. പക്ഷേ എന്നാലും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം പതിയൊക്കെ നടക്കാമെന്ന് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്. എന്നാലും എനിക്കൊക്കെ ചെയ്യുമ്പോൾ കാല് മടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി എനിക്കൊന്ന് ഇത്രയും ദിവസം മടക്കാതിരുന്നുകൊണ്ട് കാല് നൂർത്തുമ്പോഴും ഇനി മടക്കുമ്പോഴും ഭയങ്കര വേദനയൊക്കെ കാണുമായിരിക്കും. അതിനി പതിയെ ഫിസിയോതെറാപ്പിയൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യത്തുള്ളൂ. പുറത്തൊന്നും പോയി ചെയ്യുന്നൊന്നുമില്ല. വീട്ടിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ നമുക്കിനി കാണാമെന്ന് പറയുന്നു. ഉറപ്പില്ല കേട്ടോ വീഡിയോയിൽ. അല്ലാതെ ഞാനെങ്ങും പോവല്ല കേട്ടോ, എന്നോട് തന്നെയുണ്ട്. അപ്പം ഇതൊക്കെയാണ് കമൻറ്റിനുള്ള മറുപടി. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വാചകം അടിച്ചു വിടുന്നത്. എന്നതിലൊക്കെ ഇടണ്ടേ, വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണ്ടേ, എന്നതിലൊക്കെ പറയണ്ടേ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് കമൻറ്റൊക്കെ ഇതിലൂടെ പറഞ്ഞു കഴിയുമ്പോൾ അത്രയും ഇതാവില്ല. അല്ലെങ്കിൽ ഒന്നുമില്ല ഇടാനായിട്ട്. ഒന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് ഒരു ഇതായില്ല. മറ്റേ ഞാനെന്ന് പറഞ്ഞാൽ അടുക്കള ചെയ്യുന്നു, മുറ്റത്തോട്ടിറങ്ങുന്നു, പറമ്പിൽ പോകുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാലെല്ലാം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, ഞാൻ എല്ലായിടത്തോടെ ഒക്കെ പോകാം. ഓടി നടക്കുന്നത് കാണാം. അതിന് അച്ചു എന്നെ എപ്പോഴും കളിയാക്കും കേട്ടോ. അച്ചു മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ പറയും, അച്ചു അത് ചെയ്ത് ഇത് ചെയ്തു പറയും. ചെയ്യണോ? ഓടി വാ, ഓടി ഒന്ന് ചെയ്തോ, തൂക്കണോ, ഇന്ന് ചൂലിന്ന, ഇങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് അവള്. എൻ്റെ കാലൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, അപ്പം ഞാൻ ജോലി ചെയ്യുന്ന കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പം ഇനി എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എല്ലാവരോടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതൊക്കെ കണക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്കും ദോശയൊക്കെ തന്നെയായിരുന്നു. ഇത് അച്ചു വൈകിട്ട് വന്നു കഴിഞ്ഞ് വിളക്കെത്തിക്കുന്ന വീഡിയോ ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻ പാവം സന്ധ്യയായി കേട്ടോ. വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പുറയിലൊക്കെ ഒഴിച്ച് വന്നപ്പോഴത്തേക്ക് ഇരുട്ടായി കേട്ടോ. പാവം അതിനെല്ലാം വെള്ളമൊക്കെ ഒഴിക്കുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ദേവുട്ടിയുടെ കാര്യം ചോദിച്ചില്ലെന്നുള്ളത്, ദേവുട്ടി പിണങ്ങല്ലേ. ദേവുട്ടിയുടെ കമൻറ്റ് ഞാൻ പിന്നെ കഴിഞ്ഞാണ് കണ്ടത്, പിന്നെയാണ് കണ്ടത്. അപ്പോൾ അത് ആ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്നാലും ദേവുട്ടിക്ക് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം എന്നതാ ബാക്കി വിവരങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാമേ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.